ബി.ജെ.പിയുടെ ദേശീയ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചു. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായി എത്തുന്നു എന്ന പ്രത്യേകത. സ്മൃതി ഇറാനി പട്ടികയിൽ. ഗൗതം അനന്തനാരായണൻ വീണ്ടും ചേരുന്നുണ്ട്. ഗൗതം, അങ്ങനെ ടീം നിതിൻ നബീൻ പൂർണ്ണമാകുന്നു. എത്ര കണ്ട് സന്തുലിതമാണ് ഈ ടീം? കൃഷ്ണരാജ്, അതായത് വളരെ ശക്തമായിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുശക്തമായ ഒരു ഭാരവാഹി പട്ടികയാണിതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇനിയും ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സമയങ്ങളാണ് കടന്നു വരുന്നത്. 2029 ദൂരം കുറയുകയാണ്. ഒപ്പം അടുത്ത വർഷം ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും ഗോവയിലും പഞ്ചാബിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ്. അടുത്ത വർഷം അവസാനം ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഗുജറാത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. പിന്നീട് 2028 ആയിക്കഴിഞ്ഞാൽ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലുങ്കാന എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. പിന്നീട് 2029 ആയിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങും. അങ്ങനെ വളരെ സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ദേശീയ രാഷ്ട്രീയം ചുവടുവെക്കുന്ന സാഹചര്യത്തിലാണ് യുവാക്കൾക്കും അതോടൊപ്പം തന്നെ പരിചയ സമ്പത്തുള്ള, പ്രത്യേകിച്ച് സംഘടനാ രംഗത്ത് മുൻപ് കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളെ തന്നെ ബി.ജെ.പി ദേശീയ ഭാരവാഹി പട്ടികയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് വളരെ നിർണായകമാകുന്നത്. നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ടീമിനെ തന്നെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലും ഇപ്പോഴുള്ള ബി.ജെ.പിയുടെ സംഘടനാ പ്രവർത്തനത്തെ അതേ രീതിയിൽ തന്നെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ ഇതിൽ ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 8 പേരും വിവിധ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ഒക്കെ കഴിവ് തെളിയിച്ച് സംഘടനാ രംഗത്ത് വളരെ സജീവമായി നിന്നിട്ടുള്ള വ്യക്തികളാണ്. അതിൽ സ്മൃതി ഇറാനി എടുത്തു പറയേണ്ട ഒരു സാന്നിധ്യമാണ്. 8 ജനറൽ സെക്രട്ടറിമാരിലെ വനിതാ മുഖമാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അവരുടെ സ്വന്തം തട്ടകത്തിൽ പോയി മലർത്തിയടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പിന്നീട് കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള സ്മൃതി ഇറാനി ഇനിയും സംഘടനാ രംഗത്തേക്ക് വരുന്ന സമയത്ത് കൂടുതൽ സംഘടനാ തലത്തിൽ സജീവമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്മൃതി ഇറാനിയെ ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊരു ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയാണ്. നിലവിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അമിത്ഷായുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. സുനിൽ ബൻസാൽ, അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ്. ഉത്തർപ്രദേശിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു നേരത്തെ. പിന്നീട് കഴിഞ്ഞ JP നഡ്ഡയുടെ ടീമിൽ അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. പശ്ചിമ ബംഗാൾ, അതോടൊപ്പം തന്നെ തെലുങ്കാന, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ സുനിൽ ബൻസാൽ. അതായത് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ ടഫായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിന്നിട്ടുള്ള പ്രദേശമാണ്. പ്രത്യേകിച്ച് ഒഡീഷയിൽ അധികാരം പിടിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അങ്ങനെ ഒഡീഷയിൽ കഴിഞ്ഞ തവണ ബിജു ജനതാദളിൻ്റെ ഏതാണ്ട് 24 വർഷക്കാലത്തെ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ് അവിടെ ബി.ജെ.പി ഭരണം പിടിച്ചത്. അതിന് ചുക്കാൻ പിടിച്ച നേതാവാണ് ഈ സുനിൽ ബൻസാൽ. അദ്ദേഹം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പിന്നീട് ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. UPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന കാര്യം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പിന്നീട് പശ്ചിമ ബംഗാളും ഒഡീഷയും തെലുങ്കാനയും തുടങ്ങി ബി.ജെ.പിക്ക് സംഘടനാ തലത്തിൽ കാര്യമായ സ്വാധീനം മുൻപില്ലാതിരുന്ന സ്ഥലത്ത് ബി.ജെ.പിയെ ഇന്ന് കാണുന്ന രീതിയിൽ വിശേഷിച്ച് ഒഡീഷയിൽ അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ വരെ വളരെ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സുനിൽ ബൻസാൽ. അദ്ദേഹത്തെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തുടരുകയാണ്. ഒപ്പം സഞ്ജയ് ഭാട്ടിയ ഹരിയാനയിൽ നിന്നുള്ള അദ്ദേഹം ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ ബിപ്ലബ് കുമാർ ദേവ് ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ത്രിപുരയിൽ ആദ്യമായി, അതായത് CPM-നെ അട്ടിമറിച്ച് CPM-ന്റെ പതിറ്റാണ്ടുകളായി നിന്ന ഭരണം, അല്ലെങ്കിൽ 19 വർഷം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന മാണിക് സർക്കാരിനെ അട്ടിമറിച്ച് 2018 മാർച്ചിൽ ത്രിപുരയുടെ മണ്ണിൽ കാവിപ്പതാക ഏന്തിക്കൊണ്ട് അവിടെ ആദ്യത്തെ ബി.ജെ.പി മുഖ്യമന്ത്രിയായി അധികാരത്തിലേറിയത് ബിപ്ലബ് കുമാർ ദേബ് ആയിരുന്നു. പിന്നീട് അടുത്ത കാലത്ത് മാണിക് സാഹയെ അവിടെ മുഖ്യമന്ത്രിയാക്കി ബിപ്ലബ് കുമാർ ദേവിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഹരിയാനയുടെ പ്രഭാരിയായാണ് അദ്ദേഹം അടുത്ത കാലത്ത് പ്രവർത്തിച്ചത്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി. അങ്ങനെ 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരുണ്ട്. ഒപ്പം സംഘടനാ ജനറൽ സെക്രട്ടറിയായി BL സന്തോഷ് തുടരുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നും ബി.ജെ.പിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സംഘവും ബി.ജെ.പിക്കും ഇടയ്ക്കുള്ള
കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറിമാരെ സംഘം BJPക്ക് നൽകാറുള്ളത്. അതിൽ BL സന്തോഷ് തന്നെ ആ പദവിയിൽ തുടരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. 2 നാഷണൽ ജോയിന്റ് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശിവപ്രകാശും ഒപ്പം സുധൻ സിംഗുമാണ്. ഒപ്പം നാഷണൽ സെക്രട്ടറിമാരുടെ പട്ടിക നേരത്തെ നമ്മൾ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്തതാണ്. അതിൽ കേരളത്തിൽ നിന്നും K. സുരേന്ദ്രനും ഒപ്പം അനിൽ ആന്റണിയുമാണ് 2 പേരാണ് മലയാളികളായിട്ടുള്ളവർ. നേരത്തെ അരവിന്ദ് മേനോൻ BJPയുടെ ദേശീയ സെക്രട്ടറി പട്ടികയിൽ ഉണ്ടായിരുന്നു, JP നഡ്ഡയുടെ ടീമിലുണ്ടായിരുന്നു. എന്നാൽ നിതിൻ നബീൻ്റെ ടീമിൽ അരവിന്ദ് മേനോൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറ്റു പേരുകൾ ഓടിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ശ്രദ്ധേയമായത് ഒന്ന് സന്ദീപ് പാഠക്, അതോടൊപ്പം തന്നെ സ്വദേശി സിംഗ്, രോഹൻ ഗുപ്ത, ജയ്പ്രകാശ്, ഭോല സിംഗ്, പ്രദീപ് വർമ്മ തുടങ്ങിയ യുവ നിരയ്ക്ക് കൂടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ദേശീയ സെക്രട്ടറിമാരുടെ 16 അംഗ പട്ടിക ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനിയും മോർച്ചയുടെ പ്രസിഡന്റുമാരെ കൂടി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. തേജസ്വി സൂര്യ ഒഴിയുകയാണ്. നമുക്കറിയാം JP നഡ്ഡയുടെ ടീമിൽ യുവമോർച്ചയെ നയിച്ചിരുന്നത് കർണാടകയിൽ നിന്നുള്ള തേജസ്വി സൂര്യയാണെങ്കിൽ ഇപ്പോൾ ഹേമന്ത് ജോഷി, അദ്ദേഹം ഗുജറാത്തിൽ നിന്നുള്ള യുവ നേതാവാണ്. യുവമോർച്ചയുടെ അധ്യക്ഷനായി ഹേമന്ത് ജോഷി ആ പട്ടികയിലേക്ക് എത്തുന്നു. മഹിളാ മോർച്ചയിൽ വാനതി ശ്രീനിവാസ് മാറുകയാണ്. നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള കോയമ്പത്തൂർ MLA ആയിട്ടുള്ള വാനതി ശ്രീനിവാസ് ആയിരുന്നു മഹിളാ മോർച്ചയെ നയിച്ചതെങ്കിൽ ഇപ്പോൾ രൂപ് കുമാർ ചൗധരിയാണ് മഹിളാ മോർച്ചയുടെ പുതിയ അധ്യക്ഷ.